ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വചനം. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. അദ്ദേഹത്തെ യോഹന്നാൻ സ്നാപകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമാണ്. നിന്നെക്കുറിച്ച് നീ എന്ത് പറയുന്നു? തന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുവാൻ കഴിയും? ഈ ചോദ്യം ചോദിക്കുന്നത് ചില ആളുകളാണ്. അവരെ പരീശന്മാർ പറഞ്ഞയച്ചിരിക്കുകയാണ്. നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ നീ ആരാണ്? ഏലിയാവാണോ എന്ന് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനാണോ എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞു അല്ല. പിന്നെ നീ ആരാണ്? കുറെ ചോദ്യങ്ങൾക്ക് ശേഷം വ്യക്തിപരമായി ചോദിക്കുകയാണ്, നീ ആരാണ്? സത്യത്തിൽ ഈ ചോദ്യത്തിന് യോഹന്നാൻ സ്നാപകൻ പല മറുപടി പറയുന്നത് കാണാൻ കഴിയും. 3 വ്യത്യസ്തമായ മറുപടിയാണ് ഏറ്റവും രസകരമായതും എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായതും. 1-ാമത്തെ മറുപടി നാം അതിൻ്റെ 23-ാമത്തെ വചനത്തിലാണ് കാണാൻ കഴിയുന്നത്. അതിന് അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. 1-ാമത് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ കർത്താവിൻ്റെ ശബ്ദമാണ്. വഴി ഒരുക്കുവിൻ, പാത നിരപ്പാക്കുവിൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. എത്ര നല്ല ഒരു പ്രയോഗമാണത്! കർത്താവിന് വഴി ഒരുക്കുവാൻ പറയുന്ന ശബ്ദം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 5-ാമത്തെ വചനത്തിൽ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ എന്നാണ് 6-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ട് വന്ന വ്യക്തിയാണ് യോഹന്നാൻ. അങ്ങനെ ആകുമ്പോൾ യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ ഒരു ശബ്ദമാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്ന, കർത്താവിന് വഴിയൊരുക്കുന്ന, മനുഷ്യരോട് നേരെയാകുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരു ശബ്ദമായെങ്കിൽ എന്ത് നന്നായിരുന്നു. കർത്താവിനെ വിളിച്ചു പറയുന്ന, കർത്താവിന് വഴിയൊരുക്കുന്ന, കർത്താവിൻ്റെ ഒരു ശബ്ദമായി ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ കാര്യമാണ്. പലപ്പോഴും നാം മറക്കുന്നതും അതുതന്നെയാണ്. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ്. 2-ാമത് യോഹന്നാൻ പറയുന്നു 27-ാമത്തെ വചനത്തിൽ, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. 2-ാമത് താൻ തന്നെ പരിചയപ്പെടുത്തുന്നത്, യേശു വരുന്നുണ്ട്, യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെയാണെങ്കിൽ യേശു എത്ര ഔന്നത്യമുള്ള ആളാണ്, എത്രയോ മഹോന്നതനാണ്. ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരു ഏറ്റവും അടിമദാസനെക്കാട്ടിലും താഴേക്കിടയിലുള്ള ഒരാളായി യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് കർത്താവിനെ ചെറുതാക്കി കാണിക്കുകയും ദൈവദാസന്മാരെ വലുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ്. പണ്ടാരോ പറഞ്ഞതിങ്ങനെയാണ്, എളിയ കർത്താവിൻ്റെ വിലയേറിയ ദാസനെന്ന്. തെറ്റിപ്പറഞ്ഞതാണ്. പലപ്പോഴും കർത്താവിനേക്കാൾ വലിയ ബഹുമാനം കർത്താവിൻ്റെ പേരിലുള്ളവർക്ക് നൽകുന്നു എന്നുള്ളത് എത്ര വിരോധാഭാസമാണ്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, എനിക്ക് ആ കർത്താവിൻ്റെ കാലിൻ്റെ ചെരുപ്പിന് അഴിക്കുവാൻ, വാറഴിക്കുവാൻ യോഗ്യനല്ല, അത്രയ്ക്ക് അയോഗ്യനാണ് ഞാൻ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മയും യോഗ്യരാക്കി എന്നല്ല, അല്ലാതെ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. 3-ാമത് താൻ പറയുകയാണ് 31-ാമത്തെ വചനത്തിൽ, ഞാനോ അവനെ അറിഞ്ഞില്ല. 33-ാമത്തെ വചനത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്, ഞാനോ അവനെ അറിഞ്ഞില്ല. ഞാൻ അറിയേണ്ടതുപോലെ അവനെ അറിഞ്ഞില്ല. 31-ാമത്തെ വചനത്തിൽ താൻ പറയുന്നത് ഞാൻ അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷേ
29-ാമത്തെ വചനത്തിൽ താൻ പറയുന്നു, യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ഏറ്റുപറഞ്ഞു. പക്ഷെ വീണ്ടും താൻ പറയുകയാണ്, ഞാൻ അവനെ അറിഞ്ഞില്ല. അർത്ഥാൽ ആരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് യോഹന്നാൻ സ്നാപകൻ അറിഞ്ഞില്ല. അപ്പോൾ ദൈവം കൊടുത്ത മറുപടി, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു നീ കാണുവോ, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവനല്ല യോഹന്നാൻ എന്ന് സമ്മതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ കുറിച്ച് എന്തറിയാം? ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന പരമാധികാരിയും പരമരക്ഷകനും പരമകരുണ രസരാശിയുമായിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കലവറയായ, ആശ്രയങ്ങളുടെ കലവറയായ, ആശിഷത്തിന്റെ ഉറവായ കർത്താവ്, അവനെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞിട്ടുണ്ടോ? യോഹന്നാൻ പറയുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ, എനിക്ക് അവനെ അറിയണം, അവനെ അറിയേണ്ടതുപോലെ അറിയണം. കർത്താവിനെ അറിയുവാൻ എത്ര ആകാംക്ഷ! നാം ഒരു ശബ്ദമാണോ? നാം ചെരുപ്പിന് വാറഴിക്കുവാൻ യോഗ്യതയില്ലാത്ത ആളുകളാണോ? അതോ ഞാൻ അറിയേണ്ടതുപോലെ കർത്താവിനെ അറിയാത്ത ഒരാളാണോ? നാം ആരാണ്? നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ടാം ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയോണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങേ കൂടുതൽ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായി പലവിധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.